ആലപ്പുഴ കളർകോട് 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും കെഎസ്ആർടിസി ജീവനക്കാർ മുക്തരായിട്ടില്ല. 1 മണിക്കൂറോളം എടുത്താണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നും ജീവനക്കാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ കായംകുളത്ത് പോവുകയാണ്. അവർ കായംകുളം സൈഡിൽ ഇങ്ങോട്ട് വരിക. ഞങ്ങൾ വണ്ടി ഒരു നിശ്ചിതാവധി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടി വന്നൊരു ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഓവർടേക്ക് ചെയ്ത് ഒത്തിരി റോങ് സൈഡ് വന്നു വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത് ഞാൻ മാക്സിമം എനിക്ക് ഒതുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒതുക്കി. ഈ വണ്ടി നേരെ ഒരു ചരിഞ്ഞിങ്ങനെ സ്ട്രേറ്റ് കൂടി വരുമല്ലേ, ഇത് ചരിഞ്ഞ് വന്ന് നമ്മുടെ വണ്ടിയുടെ അടിപൊളിയിലോട്ടങ്ങ് കയറുക. മഴ കാരണം സ്കിഡ് ചെയ്ത് വന്നത് അങ്ങനെ തന്നെ സ്കിഡ് ചെയ്താൽ വന്നല്ല ഓടി വരുമല്ലോ. സ്കിഡ് ചെയ്ത വണ്ടി ചവിട്ടിയപ്പോൾ അവർ സ്കിഡ് ചെയ്ത് നേരെ നമ്മുടെ വണ്ടിയുടെ അടിയിലോട്ട് ഒരു സൈഡ് ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ വണ്ടിയുടെ സൈഡിലോട്ട് വന്ന് കയറുന്നത്. മറ്റു വാഹനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നോ? അന്നേരം പ്രത്യേകിച്ച് വാഹനങ്ങളൊന്നും ഇല്ല ഇവിടെ. മഴ കാരണം ബ്രേക്ക് കിട്ടാത്ത എന്തോ അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. അത് വന്ന് നമ്മളെ ചവിട്ടി ഹിറ്റ് നമ്മൾ സ്ട്രേറ്റ് അല്ല, എങ്ങനെ വെള്ളത്തിൻ്റെ ആണോ എന്തോ അറിയില്ല. നേരെ നമ്മൾ ലെഫ്റ്റ് സൈഡ് നമ്മുടെ വണ്ടിയിലോട്ട് വന്ന് കയറി നിൽക്കുന്നത്. അത് കഴിഞ്ഞോ പെട്ടെന്ന് തന്നെ ആളുകൾ ഇറങ്ങി അവർ നാട്ടുകാരെല്ലാം ഓടി വന്നു. പിന്നെ അവർ തന്നെ വണ്ടിയെ കയറി റിവേഴ്സ് റിവേഴ്സ് മാറ്റിയിട്ടാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. അപകട സാധ്യതയുള്ള സ്ഥലമല്ല, സ്ട്രേറ്റ് റോഡാ കാണാം. കണ്ടുകൊണ്ട് മാത്രം നമുക്ക് ഒതുക്കി ചവിട്ടാൻ പറ്റി. കാണാൻ പറ്റുന്ന സ്ഥലമായിരുന്നു സെൻറ്ററിൽ നിന്ന് തന്നെ. എനിക്ക് മാക്സിമം വണ്ടി വരെ കണ്ടപ്പോൾ എനിക്ക് മാക്സിമം എനിക്ക് ഒതുക്കാൻ പറ്റി. അതുകൊണ്ട് കാണാൻ പറ്റിയുണ്ട് മാക്സിമം ഇടത്തോട്ട് ഒതുക്കാൻ പറ്റി. പക്ഷെ നേരെ വന്ന് കയറിയായിരുന്നു. ഞാൻ ആലപ്പുഴയിൽ നിന്ന് കയറി യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബസ്സിൻ്റെ നടുഭാഗത്ത് വരെ എത്തി. അപ്പോഴാണിങ്ങനെ ഒരു കാറ് പാഞ്ഞു വരുന്ന കണ്ടത്. അത് നേരെ സ്ട്രെയിറ്റ് വന്നല്ല ഇടിച്ചത്. അത് വന്നിട്ട് ഈ വലതുവശത്തേക്ക് വന്ന് പറന്നു വരുന്ന പോലെയാണ് വന്നിട്ട് ബസ്സിൻ്റെ മുൻഭാഗത്തേക്ക് അതിൻ്റെ ഇടത് ഭാഗത്തെ 2 റോയിലെ സീറ്റുകൾ ഇടിച്ച് ബസ്സിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ഒന്നും ചെയ്യാനൊക്കാത്ത അവസ്ഥയിൽ ബസ്സിൻ്റെ ആ കാറിൻ്റെ അവസ്ഥ കണ്ടാൽ അറിയാം. അത്രയും ഭാഗം എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചളുങ്ങി വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമായിപ്പോയി. ഞാൻ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ അതിനകത്തിൽ ചെറുപ്പക്കാരായ കുറേ പേര് ഇരിക്കുന്നതാണ് കണ്ടത്. അവർ അബോധാവസ്ഥയിലായിരുന്നു. അപ്പോൾ സാധാരണ നാട്ടുകാരപ്പോൾ ഓടിക്കൂടി, പക്ഷേ അവരെ കൊണ്ടൊന്നും നടന്നില്ല. പിന്നെ ഫയർഫോഴ്സ് എത്തിച്ചേർന്ന് 1 മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ടാണ് കട്ടർ വെച്ച് മുറിച്ചും എന്നിട്ട് വടം വെച്ച് ഒക്കെ വലിച്ചുമൊക്കെയാണ് അവർ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. എന്തായാലും വലിയ ഒരു സംഭവമായിപ്പോയി. എന്തായാലും കാറിന് ഓവർ സ്പീഡായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും അങ്ങനെ ഓടി വരുന്ന ഒരു വാഹനം പെട്ടെന്ന് വലതുവശത്തേക്ക് ഇത്രമാത്രം പറന്നു വരുന്ന പോലെ വന്ന് സ്കിഡായി വരികയില്ല. അത് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ എനിക്കറിയില്ല. ഞാൻ നടുക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനൊരു സംഭവമുള്ളതായിട്ട് എനിക്കറിയില്ല. എന്തായാലും അതിദാരുണമായ സംഭവമായിപ്പോയി എന്നുള്ളതാണ്. ഞങ്ങളുടെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഞങ്ങൾ മാറിയിട്ടില്ല. നാട്ടുകാർ വളരെ വളരെ കാര്യമായി ഇടപെട്ടു. അതിഭയങ്കരമായ ശബ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരോടൊന്നും തന്നെ അത് 9 സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഓടിക്കൂടി. എന്തായാലും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഫയർഫോഴ്സിനെ അറിയിക്കാനത്ത് പോലീസ് എത്തി, MVD എത്തി, എല്ലാവരും വളരെ കൃത്യമായിട്ട് എത്തിച്ചേർന്നു. അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. പിന്നെ ബസ്സിലുണ്ടായിരുന്ന മുൻഭാഗത്തിരുന്നവർക്ക് നന്നായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പല്ലും ഒക്കെ പോയിട്ടുണ്ട്, മൂക്ക് പോയിട്ടുണ്ട്, പിന്നെ സ്റ്റിച്ച് ഇടേണ്ടി വരുന്നിട്ടുണ്ട്, തല പൊട്ടിയവരുണ്ട്, കൈ പൊട്ടിയുണ്ട്. അങ്ങനെ അത്രമാത്രം ഒരു വലിയ ദാരുണമായ അപകടം തന്നെയാണ് നടന്നത്. ആ ശബ്ദം അതിഭയങ്കരമായിരുന്നു. അവരെ ആരും പുറത്തോട്ട് പോയി തെറിച്ചു പോയിട്ടില്ല. ഒരു സ്ത്രീ മാത്രം വണ്ടിക്കകത്ത് തന്നെ വീണുപോയി. എന്തായാലും ഭാഗ്യത്തിന് പുറത്തേക്ക് തെറിച്ചു പോയില്ല. അങ്ങനെ ഒരു വലിയ ഭാഗ്യമുണ്ടായി. അപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്നവർക്കും വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നടന്ന സംഭവം. അതെനിക്ക് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സിഗ്നലിന് മുമ്പുള്ള സ്ഥലമാണ്, നേരെ സ്ട്രെയിറ്റ് ആയ റോഡാണ്. ഇത് മഴയും അമിത വേഗതയും, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിപ്പോയതാകാനാണ് സാധ്യത എന്നേ എനിക്ക് പറയാൻ കഴിയും.